ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അളവൊന്നും പറയണില്ല, ഏകദേശം ഒരു 6-7 ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തിടണം. അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ചുമ്മാ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. കാരണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിടാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറേ അങ്ങ് ഒഴിക്കരുത്, 1-2 സ്പൂണായിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ബ്രെഡ് നന്നായിട്ട് ഇങ്ങനെ നനയുന്ന സമയത്ത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട്ലറ്റ് പോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. സ്വീറ്റ് ബ്രെഡാണ് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നത്. കടലപ്പൊടി ഇല്ലെങ്കിൽ മൈദ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ അരിപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ അളവ് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക. കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ എക്സ്ട്രാ ആഡ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കറക്റ്റ് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ട് 1 സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മളിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് കട്ട്ലറ്റ് പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ഞാൻ 2 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കിനി ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിലൊന്ന് എണ്ണയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും. എണ്ണേനെ വേണമെന്നില്ല, വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട്ലറ്റ് പോലെ ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ച് തിന്നാക്കി പരത്താം. അതിനുശേഷം മുട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഈസിയാണ് അതിനേക്കാളും. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് മാവെടുത്ത് മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ ഒരുപാട് എണ്ണ കുടിക്കുന്ന ഒരു സ്നാക്കൊന്നും അല്ല. ബ്രെഡാണെന്ന് വെച്ചാൽ ഒത്തിരി എണ്ണ കുടിക്കുന്നു വിചാരിക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇത് കവർ ചെയ്തെടുക്കുക. മുട്ട എവിടെയെങ്കിലും പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കട്ട്ലറ്റ് പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2-3 എണ്ണമായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കടലമാവും മൈദയൊക്കെ വെന്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. ഒരുപാട് തീ കുറച്ച് വെച്ച് വേവിച്ചാൽ എണ്ണ കുടിക്കുകയും ചെയ്യും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡി ആകുമ്പോൾ നമുക്ക് സൂക്ഷിച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൊരിഞ്ഞിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് 2 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് സെർവ് ചെയ്യാം. ഒരു ടിഷ്യൂ പേപ്പറിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഉള്ളിൽ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.